ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്ക് വലിയ റോളുകളൊന്നും തന്നെയില്ല. കർണാടക ഒഴിച്ചു നിർത്തിയാൽ ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പി പച്ച തൊട്ടിട്ടില്ല. ഘടകകക്ഷികളെ കൂടെ കൂട്ടിയാണ് പല സംസ്ഥാനങ്ങളിലും സാന്നിധ്യം അറിയിക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും ബി.ജെ.പിക്ക് ലഭിച്ചത് കനത്ത തിരിച്ചടിയാണ്. കൂടെയുള്ള സഖ്യകക്ഷികൾ ബി.ജെ.പിയെ തള്ളിയപ്പോൾ ആകെയുള്ള പ്രതീക്ഷ വിജയുടെ പാർട്ടിയിലായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ കോൺഗ്രസിന് കൂടുതൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. എന്നാൽ അത് ഉറപ്പിച്ചു പറയാനും സാധിക്കില്ല. കാരണം പ്രവചനാതീതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് രാഷ്ട്രീയം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്വഭാവം എല്ലാം തന്നെ മാറപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന ഒരു പ്രതീക്ഷ പല പാർട്ടികളിലും രൂപപ്പെട്ടിരിക്കുന്നു. എന്നാൽ DMK മുന്നണി സംവിധാനത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടതിന്റെ അനിവാര്യത കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭയിൽ നിന്നും നിരവധിയായ MP-മാർ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിക്കുന്നുണ്ട്. അവരുടെ സിറ്റിംഗ് സീറ്റുകൾ അവരുടെ തന്നെ വോട്ട് ബാങ്കിൽ വിജയിച്ച് കയറാൻ ശേഷിയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുമുണ്ട്. എന്നിട്ടും കോൺഗ്രസിന് മന്ത്രിസഭയിൽ DMK സ്ഥാനം കൊടുത്തിട്ടില്ല എന്നത് ഒരു വിചിത്ര സംഭവമായി തന്നെ പറയപ്പെടുന്നുണ്ട്. കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ DMKക്ക് കേവല ഭൂരിപക്ഷം ഉണ്ട് എന്നതിന്റെ ബലത്തിൽ സഖ്യകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകാതിരിക്കുന്നത് തെറ്റായൊരു പ്രവണതയാണ് എന്ന് വരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. DMK ഒരുപക്ഷെ ഒരു മന്ത്രിസഭ വിപുലീകരണം ഉൾപ്പെടെ ആലോചിച്ചെങ്കിലും കോൺഗ്രസ് കൃത്യമായി തന്നെ പറഞ്ഞു, കേവലം ഒരു കൊല്ലം മാത്രം ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ തിടുക്കപ്പെട്ട് ഇനി മന്ത്രി സ്ഥാനത്തേക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിച്ചാലും അത് ഏറ്റെടുക്കില്ല എന്ന്. ഇവിടെയാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ അത് ഉൾപ്പെടെയുള്ളത് ഏറെ നിർണായകമാകും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടിക്ക് കാര്യമായ വോട്ട് ഷെയർ ഒന്നും തന്നെ നിലവിലില്ലെങ്കിൽ പോലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഗെയിം ചേഞ്ചറായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പെട്ടെന്ന് തന്നെ ചലച്ചിത്ര ലോകത്ത് നിന്ന് പൂർണ്ണമായും വിട്ട് എന്തുകൊണ്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണോ എന്ന വലിയൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി അവിടുത്തെ നിർണായക ഫോഴ്സും ശക്തിയും ഒക്കെയാണ് താനെന്ന് വരുത്താൻ വേണ്ടിയുള്ള വിജയുടെ ത്വര കൂടിയാണിതെന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നു. DMKയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാൻ വിജയ് എന്ന നേതാവ് വിചാരിച്ച കഴിയും. അതേപോലെ തന്നെ അണ്ണാ DMK വോട്ട് ബാങ്കിലും വിള്ളൽ ഉണ്ടാക്കാൻ സാധിച്ചേക്കും. അതായത് ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളിൽ വിജയ്ക്ക് വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്ന് ചുരുക്കം. കോൺഗ്രസുമായി അടുത്ത് നിന്നാൽ ഏറെ ഗുണം കിട്ടുന്നത് വിജയുടെ പാർട്ടിക്കും കോൺഗ്രസിനുമാണ്. ഒരുപക്ഷെ ലയനം എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിൽ നിൽക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം എന്ന രീതിയിലേക്ക് ആ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വിജയ് എത്തി നോക്കുന്നുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്.